ഹായ് ഗൈസ്, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്തുണ്ടാക്കാനാണ് നിൽക്കുക? പായസമല്ലേ, അതും സേമിയ പായസമല്ലേ എളുപ്പം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സേമിയ പായസമാണ്. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അരക്കപ്പോളം സേമിയ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ചെറുതാക്കിയിട്ടില്ല, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പറ്റ ചെറുതാക്കിയാൽ പറ്റ ഉടഞ്ഞു പോകും. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളറ് ആയി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. നെയ്യിൽ തന്നെയാണ് നമ്മൾ വറുക്കണത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്ക് വറുക്കണം. ഇന്ന് നമ്മളെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ പായസവും മന്തിയൊക്കെ വെക്കണം കേട്ടോ. മന്തിയുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും വേറെ വീഡിയോയിൽ. അപ്പോൾ ഗോൾഡൻ കളറ് ഇതുപോലെ ആയി വരണം കേട്ടോ. സേമിയോ നല്ല ഗോൾഡൻ കളറായി ഒന്നും കൂടി വറുത്ത പാക്കറ്റിലാക്കിയിട്ടും കിട്ടലുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഗോൾഡൻ കളറാക്കിയിട്ട് വറുക്കുക. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ഒരു 1.5 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിൽ എത്ര ഇട്ടാലും ഞങ്ങളത് പെറുക്കി അപ്പുറത്തേക്ക് വെക്കും. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ഒക്കെ ആയി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ. അപ്പം ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. ഞാനിതൊന്ന് നെയ്യിൽ തന്നെയാണ് കേട്ടോ വാട്ടിയെടുക്കണത്. നെയ്യിലാവുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ. മന്തിയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലോട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ട് മോനെ മാറ്റിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഓന് പറഞ്ഞത് കേൾക്കൂല. അപ്പോൾ ഓൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പായസമൊക്കെ ഉണ്ടാക്കി വെക്കാനാണ്. അപ്പോൾ ആ മുന്തിരി നല്ലപോലെ പൊന്തി വന്ന് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഞാനിവിടെ മിൽമയുടെ 1/2 പാക്കറ്റ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 പാക്കറ്റ് പാൽ. ഒന്നാമത് ഇതിൽ വെള്ളം കൂട്ടിയിട്ടാണ് പാക്കറ്റ് പാലൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിതിലൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 പാക്കറ്റ് ഫുള്ളായി എടുത്തിട്ടുണ്ട് കേട്ടോ പാല്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ പാല് പിരിഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 2 കയ്യിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ഇട്ട ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പാല് മാത്രമാകുമ്പോൾ ഭയങ്കര കട്ടിയാവും പായസം. അതിനാട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലൊരു 3 ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ് പൊടിച്ചതില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതാട്ടോ. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. സേമിയ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇടുക കേട്ടോ. സേമിയോ നല്ല തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല തിളപ്പിച്ചാൽ തന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മിൽക്ക് മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മധുരം കുറച്ചിട്ട കാരണം ഞാൻ മിൽക്ക് മേഡ് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് വേവിക്കരുത് കേട്ടോ. ഞാനൊരു പൊട്ടത്തരം കാട്ടിയതാണിത്. മൂടി വെച്ച കാരണം ആകെ പുറത്തു കൂടെയൊക്കെ പോയി. കുറച്ച് പോയിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കണ്ടതുകൊണ്ട് വേഗം മൂടി മാറ്റി. ഇനി ഇത് സേമിയൊക്കെ നല്ല തിളച്ച് വരുമ്പോഴേ ഒന്ന് ലോ ഫ്ലെയിമിലിടുക കേട്ടോ. നല്ലപോലെ തിളച്ച് വരട്ടെ. നമുക്ക് മാറ്റി വെച്ച അണ്ടിയും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ പായസം എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും അതിലത്തെ മുന്തിരി ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. മുന്തിരി ഇഷ്ടമല്ലാത്തവർ ആരൊക്കെ ഉണ്ട് പായസത്തിൽ ഒന്ന് മുന്തിരി പെറുക്കിയിടണ പോലെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര